ഹലോ ഗായ്സ്, ഇന്നൊരു സ്കിൻ കെയർ റുട്ടീനാണ് കേട്ടോ. നോർമലി ഞാൻ എല്ലാ വീക്കും ചെയ്യുന്നൊരു സ്കിൻ കെയർ ആണിത്. നമ്മൾ എന്ത് ചെയ്യുന്നതിന് മുമ്പും ആദ്യം ഫേസ് വാഷ് ചെയ്യണം. എന്ത് പാക്ക് ഫേസിൽ അപ്ലൈ ചെയ്താലും അതിന് മുന്നേ ഫേസ് നല്ല രീതിക്കൊന്ന് വാഷ് ചെയ്യണം. സോ ഇനി ഈ പാക്കിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പ്രിപ്പയർ ചെയ്യാം. സോ ആദ്യമായിട്ടൊരു ബൗൾ എടുക്കുക. ആ ബൗളിലേക്ക് നമുക്ക് കുറച്ച് മുൾട്ടാണി മിട്ടിയാണ് ആദ്യമായിട്ട് ചേർക്കുന്നത്. മുൾട്ടാണി മിട്ടി ഫേസിന് നല്ലതാണ്. ആക്നെ, ബ്രേക്ക്ഔട്ട്സ്, ഓയിൽ അബ്സോർപ്ഷൻ, ഒരു ക്ലെൻസറായിട്ടാണ് നമുക്കിത് യൂസ് ചെയ്യാം. സ്കിന്നിനെ ഭയങ്കരമായിട്ട് എക്സ്ഫോളിയേറ്റ് ചെയ്യും. സോ അതേപോലെ തന്നെ നമുക്ക് അടുത്തായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയും സ്കിന്നിന് നല്ല മഞ്ഞൾ കിട്ടുകയാണെങ്കിൽ അത്രയും നല്ലത്, മഞ്ഞൾപ്പൊടിയാണെങ്കിലും ഓക്കെ. ഇനി ഞാനിവിടെ റോസ് വാട്ടറാണ് എടുക്കുന്നത്. ബഞ്ചാറാസിൻ്റെ റോസ് വാട്ടറാണ് എടുക്കുന്നത്. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത് ഞാൻ ടോണറായിട്ടും ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. സോ അതിനുശേഷം അത് ജസ്റ്റ് ഒന്ന് കുറച്ച് സ്പ്രേ ബോട്ടിലാണ് വരുന്നുണ്ടാവുക. പിന്നെ നമ്മൾ അതിലേക്ക് കുറച്ച് കോഫി പൗഡറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. കോഫി പൗഡർ എന്ന് പറയുമ്പോഴത്തേനും അത് സ്കിൻ ടോൺ ഇമ്പ്രൂവ് ചെയ്യാനും അതുപോലെ തന്നെ ഇൻഫ്ലമേഷൻസ് കുറയ്ക്കാനും ഒക്കെ വളരെ ഹെൽപ്ഫുള്ളാണ്. സോ അതും കഴിഞ്ഞതിന് ശേഷം ഒരു സ്പൂണിൽ നമ്മൾ കുറച്ച് തേനും കൂടെ കൂട്ടിയിട്ടാണ് മിക്സ് ചെയ്യുന്നുണ്ടാവുക. തേനും കൂടെ ഒഴിച്ചതിന് ശേഷം ഇത് നല്ല രീതിക്ക് മിക്സ് ചെയ്തിട്ടുണ്ടാവും. നമ്മൾക്കിപ്പോൾ ഒരാൾക്ക് വേണ്ടിയിട്ടുള്ള പാക്ക് ആയതുകൊണ്ട് ഞാൻ കുറച്ചേ എല്ലാം എടുത്തിട്ടുള്ളൂ. നമുക്ക് എത്രയാണോ ആവശ്യം അതിനനുസരിച്ച് നമുക്ക് അളവ് കൂടുകയോ കുറയ്ക്കുകയോ എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. ഇത് നല്ല രീതിക്ക് മിക്സ് ചെയ്യുക. ഒത്തിരി തിക്ക് കൺസിസ്റ്റൻസി ആവരുത്, എന്നാൽ ഒത്തിരി ലൂസ് വെള്ളം പോലെ ആവുകയും ചെയ്യരുത്. സോ അത് നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പം ഇതിപ്പോൾ കുറച്ച് ക്വാണ്ടിറ്റി ഉള്ളൂ, അതിൻ്റെ ഒരു ഇതുണ്ട്. അപ്പോൾ അതാ നല്ല രീതിക്ക് മിക്സ് ചെയ്യുക. അത് ഏറെക്കുറെ ഈ ഒരു പരുവാകുമ്പോൾ ഒത്തിരി തിക്കും അല്ല, എന്നാൽ ഒത്തിരി വാട്ടറി കൺസിസ്റ്റൻസിയിലും പോയിട്ടില്ല. സോ നമ്മുടെ പാക്കൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇതിനി നമുക്ക് ഫേസിലേക്ക് അപ്ലൈ ചെയ്യാം. സോ ഫേസ് ക്ലീൻ ആണെന്ന് ഉറപ്പ് വരുത്തുക. ദെൻ എന്ത് അപ്ലൈ ചെയ്യുമ്പോഴും താഴേന്ന് മേലോട്ട്, അതായത് ഫേസിൻ്റെ താഴേന്ന് മേലോട്ട് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. ഇത് മാക്സിമം എല്ലായിടത്തും തന്നെ ചേർത്ത് കൊടുക്കുക. ഞാൻ നോർമലി കൈവച്ചാണ് യൂസ് ചെയ്യുന്നത്, എനിക്കതാണ് കംഫർട്ടബിൾ. ബ്രഷ് യൂസ് ചെയ്യേണ്ടവർക്ക് അങ്ങനെയും ചെയ്യാം. സോ ഫേസിൻ്റെ എല്ലാ ഭാഗത്തും അത് നല്ല രീതിക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ദെൻ നമ്മൾ ഫേസിൽ എന്ത് അപ്ലൈ ചെയ്താലും അത് നമ്മൾ നെക്കിലും കൂടെ അപ്ലൈ ചെയ്യാൻ മറക്കരുത്. കാര്യം ഇല്ലെങ്കിൽ രണ്ടും രണ്ട് കളറിൽ തന്നെ ഇരിക്കും. ഇപ്പം ടാൻ റിമൂവലിനൊക്കെ ഈ ഒരു പാക്ക് വളരെ ഹെൽപ്ഫുള്ളായിരിക്കും. ഇത് നമുക്ക് എന്താ പറയുക, വീക്ക്ലി ഒക്കെ ചെയ്യാം. വീക്ക്ലി ട്വൈസ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ നല്ലത്. ഞാനിപ്പോൾ വീക്ക്ലി വൺസ് ഒക്കെ ചെയ്യാറുള്ളൂ. സോ നല്ല രീതിക്ക് ഇത് ഫുൾ അപ്ലൈ ചെയ്തിട്ട് 10 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് വാഷ് ഔട്ട് ചെയ്ത് കളയാം. ഇതാണ് വാഷ് ഔട്ട് ചെയ്തിട്ടുള്ള റിസൾട്ട്. ചേഞ്ച് പെട്ടെന്നൊരു ഇൻസ്റ്റൻറ്റ് ഗ്ലോ ഒക്കെ കിട്ടും. സോ അത്രേ ഉള്ളൂ. ടാറ്റാ.